എനിക്കിനി വയ്യ നിങ്ങളുടെ അച്ഛനെ നോക്കാൻ. ഇന്നലെയും കൂടി ആ കട്ടിലേക്ക് കിടന്ന് മൂത്രം ഒഴിച്ചു. എവിടാന്ന് വെച്ചാ കൊണ്ടാക്കിക്കോ, എനിക്കിനി വയ്യ. ശൗമേ, നീ ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേക്കും. കേക്കട്ടെ, വേറെ ഉണ്ടല്ലോ 2-3 മക്കള്. ഒറ്റ ഒരെണ്ണം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ഞാൻ മടുത്തു. ഞാൻ ഫാദറിനോട് സംസാരിച്ചു. ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഭയങ്കര തിരക്കാ. നീ ഒന്ന് ക്ഷമിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. നടന്നാ മതിയായിരുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. ഇതെന്നാ മയക്കാ ഈ നേരത്ത്? പുറത്ത് ചാറ്റൽ മഴയുണ്ട്. ഇതാരാവുസുവാണോ? എന്നാടാ ഈ മഴയത്ത്? ഇവിടെ കസേലയൊന്നും ഇല്ലേ? ചേട്ടന് വേണ്ടി തങ്കമ്മ ഉണ്ടാക്കിയതാ കോഴിക്കോട്ട. ചേട്ടന് ഇഷ്ടമാണെന്ന് അവക്കറിയാം. രാവിലെ ഉണ്ടാക്കിയതാ. മുറുക്കം കൂടുന്നതിന് മുമ്പ് തിന്നു. കോട്ടയം ശർക്കരയും തേങ്ങാപ്പീരയും കൂടി കുഴച്ചുണ്ടാക്കിയതാ. ഇന്നാ നീ അത് താഴെ വെച്ചേക്ക്. ഓ, ഇന്നെന്താ ഒരു ഉഷാറില്ലാത്തത്? ഇന്നും ശണ്ട കൂടിയോ? അതൊക്കെ പോട്ടിടും. തൻ്റെ കപ്പ കൃഷിയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? പകുതി തുരപ്പം തിന്ന് കാണുമല്ലേ? ഔസുപേട്ട, ദേവിയതി കൊഴുക്കട്ടെ അടയാൻ പോലുള്ള ഇത്ര നിലവാരമില്ലാത്ത ഭക്ഷണം കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കല്ലേ. ഒന്നാമത് ഇപ്പൊ അറിയാതെ വയറ്റിന്ന് കൂടെ പോകുന്നു. മോനെ, ഇത് തങ്കമ്മ ഉണ്ടാക്കിയതാ. ഈ അടയും കോഴിക്കോട്ടയൊക്കെ നീ ഒരുപാട് കഴിച്ചിട്ടുള്ളതല്ലേ? ഔസേപ്പേട്ട, അതൊക്കെ പഴയ കാലം. തുണി അലക്കി അലക്കി ഞാൻ മടുത്തു. എനിക്കിനി വയ്യ. ഈ ദുരിത വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും പോയാ മതിയായിരുന്നു. ഒക്കെ നുണയാ. ഞാനറിയാതെ എങ്ങനെയാവസു എന്റെ വയറ്റിന്ന് പോണത്? എന്നെ ഒന്നിനും പറ്റാത്തവനാക്കി സദനത്തിൽ കൊണ്ടേ ആക്കണം. 2-3 ദിവസമായി ചർച്ച തുടങ്ങിയിട്ട്. ഞാൻ കേൾക്കുന്നില്ലെന്നാ, അതോ എന്നെ കേൾപ്പിക്കാനോ? സാരമില്ല ചേട്ടാ. മോളി കർത്താവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഇപ്പോ കൊടുത്ത കൊല്ലത്തല്ല, ഇവിടെ തന്നെ കിട്ടും. ഹൗസും അവര് തീരുമാനിച്ചിരിക്കുക എന്നെ കൊണ്ട് കളയാൻ. എന്നാ ബുദ്ധിമുട്ടാണ് ഞാൻ ഇവരോടൊക്കെ ചെയ്തു. ചേട്ടൻ എന്തിനാ കരയണേ? എഴുന്നേറ്റ്. ഈ കിടപ്പ് വളഞ്ഞു പൊളഞ്ഞു കിടന്നാലേ നടു വളയത്തേ ഉള്ളൂ. നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് നടക്കാം. പയ്യെ പയ്യെ പയ്യെ. അവിടെ പിടിച്ചു, അവിടെ പിടിച്ചു. പയ്യെ 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 പയ്യെ. നിനക്കറിയോ, ഇന്ന് ഞാൻ കിടക്കാൻ മൂത്രം ഒഴിച്ചെന്നും പറഞ്ഞാ തുടക്കം. എടോ, വയസ്സായ നമ്മുടെ നിയന്ത്രണമൊക്കെ വിട്ടുപോവില്ലേടോ? അതിനെന്നെ പ്രാഗിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ന് നശിപ്പിച്ചിട്ടിരിക്കുക. അച്ഛാ, നിങ്ങക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. അങ്ങോട്ട് മാറു മനുഷ്യ. ഓ രാജേട്ടാ,
എന്റെ പത്മം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം വീട്ടിൽ എനിക്കിങ്ങനെ അന്യനെ പോലെ കഴിയണമായിരുന്നു. എനിക്കറിയണ പോലെ ഇവിടുത്തെ കാര്യങ്ങൾ മറ്റാർക്കാ അറിയാവുന്നത്? ഒന്നും കാര്യാക്കണ്ട. എടാവസു, എന്തോ നമ്മുടെ പിള്ളേര് പായ കിടന്നോ മടിയിൽ കിടന്നോ ഒന്ന് മൂത്രമൊഴിച്ചാൽ മലവിസർജനം ചെയ്താൽ നമ്മൾ പിള്ളേരെ കൊണ്ട് കളയാറുണ്ടോ? എത്ര തവണയാ മൂത്രം ഒഴിക്കുന്നത്? അവർക്ക് ഞാനിന്ന് ഒന്നിനും കൊള്ളാത്തവനായി. അവളുടെ മൂത്ത മോളെന്റെ മുറി കയറില്ല, കാരണം ബാക്ടീരിയ ആണ് പോലും. സമാധാനിക്കും. നീ എങ്കിലും എനിക്ക് തുണയായി വരണം. ഇനി എനിക്ക് കണ്ണീരില്ലടാ, ഈ കാണുന്നത് എന്റെ സന്തോഷ കണ്ണീരാ. ഇനി ആരും എന്നെ പ്രാകുന്നത് എനിക്ക് കേൾക്കേണ്ടി വരില്ല. ആ വൃദ്ധസദനത്തിൽ അവരുടെ കൂടെ അവരുടെ പ്രാർത്ഥനയിലും സന്തോഷത്തിലും അങ്ങനെ അവരോടൊപ്പം അങ്ങനെ എനിക്ക് അലിഞ്ഞലിഞ്ഞ് ചേരണം. ഞാൻ തയ്യാറാണ്. എന്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തുക. നീ വരണം, അവിടെ നീ എൻ്റെ കൂടെ വരണം. ചിലത് നിന്റെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് തുടങ്ങണം. അടച്ചു വെച്ച അധ്യായത്തിന്റെ ഒരു വരി എനിക്ക് ഉറക്കെ ചൊല്ലണം. ചേട്ടാ, എന്തിനാ അതൊക്കെ വീണ്ടും ഓർത്തെടുക്കുന്നത്? നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? പോരാ, പോരടാ. ഈ ലോകം മുഴുവൻ അറിയണം ആ സത്യം. മഴ തൊടിഞ്ഞു തുടങ്ങി, നമുക്ക് അകത്തേക്ക് പോകാം. വാ പയ്യെ. അമ്മാവന്റെ കൂടെ ആരും വന്നില്ലേ? അതിനല്ലേ ഞാനുള്ളത്. അതെനിക്കറിയാം, ഔസേപ്പേട്ടനുണ്ടെന്ന്. മക്കളാരും വന്നില്ലേ എന്നാ ചോദിച്ചേ. അവൻ നേരത്തെ വന്നു. നീ ആ ബാഗും കൂടെ വണ്ടിക്കകത്ത് എടുത്തതാ. ആ, എന്നാ ആ കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. സ്നേഹം നിറയും പാരിൽ ആർത്തരിൽ പീഡിതരിൽ ദുഃഖിതരിൽ അജപാ
യേശുവിൻ സ്നേഹം നിറയും പാരിൽ ജീവിത നൗകയിൽ യേശുവിൻ സ്നേഹം നിറയും പാരിൽ ആർത്തരിൽ പീഡിതരിൽ ദുഃഖിതരിൽ എൻ അജപാലൻ യേശുവിൻ സ്നേഹം നിറയും. അച്ഛാ, മാസാമാസമുള്ളൊരു ഫണ്ട് അത് ഞാൻ എങ്ങനെയെങ്കിലും തരപ്പെടുത്തി ഞാൻ ഇവിടെ എത്തിച്ചോളാം. പിന്നെ ആകെ ഒരു ശല്യം എന്ന് പറയുന്നത് കിടക്കെ കിടന്നറിയാതെ മൂത്രമൊഴിക്കുന്നു. പിന്നെ കുറച്ച് മുൻകോപമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹ അനുസരിക്കത്തില്ല. അത് മാത്രമേ ഒരു തൊല്ലയായിട്ടുള്ളൂ. അതൊന്നും സാരമില്ലടോ, പ്രായമായാൽ ഇങ്ങനെയൊക്കെയാ. താനും ഒരുപാട് മൂത്രം ഒഴിച്ചതല്ലേ, എന്തിന് അവരുടെ മടിയിൽ പോലും എത്ര സുഖത്തോടും സന്തോഷത്തോടും കൂടിയാണ് അതൊക്കെ വൃത്തിയാക്കി നമ്മെ കിടത്തിയിരുന്നത്. ഇനി ഇതെല്ലാം കുറച്ചെങ്കിലും മക്കളായ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? ചിലപ്പോ ചിലർക്കതിന് സാധിച്ചെന്ന് വരില്ല. അതാ ഞങ്ങളെപ്പോലെയുള്ളവർ സദനമെന്നൊക്കെ പറഞ്ഞ് ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത്. അതേ ഫാദർ, 35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന അതേ ആൾ തന്നെ, ഉണ്ണികൃഷ്ണൻ നായർ. അന്നും ഇന്നും എല്ലാത്തിനും ഒരു സാക്ഷിയായി ഞാനുമുണ്ട്. എല്ലാം കർത്താവിൻ്റെ നിശ്ചയം. അച്ഛൻ ഇപ്പോഴും ഈ സദനത്തിന്റെ മേൽനോട്ടവുമായി ഉണ്ടല്ലേ? അതെ, വരൂ. ഇവിടെ ഇരിക്കൂ. ഓ മൈ ഗോഡ്, അന്ന് ഞാൻ ഉണ്ണിനായരുടെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ച 6 മാസം പ്രായമുള്ള ചോരക്കുഞ്ഞാണോ ഈ നിൽക്കുന്ന പുത്രൻ? ദൈവനിയോഗം തന്നെ. എന്നെയും ഇതിന്റെ ഭാഗമാക്കാൻ നീ നിശ്ചയിച്ചില്ലേ പിതാവേ? നിന്നെ നിനക്ക് തന്നെ അറിയാമോ, ഇന്ന് വരെ ഒരു മനുഷ്യരും അത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. നീ നിന്റെ ഹൃദയത്തോടൊന്ന് ചോദിച്ചു നോക്കുക, ഞാൻ ഈ ചെയ്യുന്ന പാപത്തിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന്. എന്താ ഫാദർ, എന്തു പറ്റി? എന്നോട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വാ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇരിക്കുന്ന ഉണ്ണികൃഷ്ണൻ നായർ, അതായത് നിന്റെ അച്ഛൻ, ഈ ഇരിക്കുന്ന ഔസേപ്പുമായി ഇവിടെ വന്നിരുന്നു. വെറുതെ വന്നതല്ല. കല്യാണം കഴിച്ച് നിരവധി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ നായർക്ക് ഒരു കുഞ്ഞിനെ വേണമായിരുന്നു. ഫാദർ, തന്റെ കുടുംബത്തിലെ തന്റെ കാലശേഷം ഒരു പിൻതലമുറക്കാരൻ വേണം. അതിനുവേണ്ടി ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം. അന്ന് ഈ സദനം ഒരു ശിശു സംരക്ഷണ ഭവനമായിരുന്നു. അനാഥരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവഭവനം. അന്നെല്ലാ നടപടികളും പൂർത്തിയാക്കി ഈ ഇരിക്കുന്ന ഉണ്ണികൃഷ്ണൻ നായർക്ക് 6 മാസം തികഞ്ഞ ഒരു ആൺകുഞ്ഞിനെ ഞാൻ തന്നെയാണ് കൈമാറിയത്. അന്ന് എന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങിയത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയായിരുന്നു. അതിന് സാക്ഷിയായി ഈ ഇരിക്കുന്ന ഔസേപ്പും ഉണ്ടായിരുന്നു.
കാര്യങ്ങളൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ടോ രാജു? നീ ഇവിടെ വളരേണ്ട ഒരനാഥ കുഞ്ഞാണ്. പക്ഷേ ദൈവം നിന്നെ സനാതനാക്കി. ഈ പാവപ്പെട്ട മനുഷ്യനിലൂടെ ഈ കാര്യം ആരോടും പറയരുതെന്ന് അന്നേ പറഞ്ഞിരുന്നു ഈ മനുഷ്യൻ. ഫാദർ, അപ്പോ ഞാൻ ചില സത്യങ്ങൾ ഈ സന്നിധിയിൽ വെച്ച് തന്നെ ആ ഇരിക്കുന്നവന്റെ അനുവാദത്തോടു കൂടിയാണ് തുറക്കുന്നത്. ഇപ്പോ മകന് മനസ്സിലായോ? ഫാദർ, അപ്പോ ഞാൻ ജോസേ, എന്തോ ഇവിടെ വരൂ. എന്നാച്ചോ? ജോസേ, എന്തോ? നിനക്കായിരിക്കുന്ന ആളെ മനസ്സിലായോ? ഇല്ലച്ചോ. നിനക്ക് ഓർമ്മയുണ്ടോ? ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചു പോയെന്ന് പറഞ്ഞ് ഒരു ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നത്. അതെ. ആ കുഞ്ഞിനെ ഞാനല്ല, ഈ സദനമാണ് ഏറ്റുവാങ്ങിയത്. പക്ഷേ ഞാനൊരു കാഴ്ച കണ്ടു. ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന ചെറുപ്പക്കാരന്റെ പോക്ക് ആത്മഹത്യയിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവനെ തിരിച്ചു വിളിച്ചു, ഒരു തൊഴിൽ കൊടുത്തു. കൈക്കാരൻ ജോസ്. എനിക്ക് മനസ്സിലായച്ചു. അങ്ങ് തന്ന ജീവിതമാണ് എനിക്ക് സ്വന്തമായിട്ടുള്ളത്. എടാ ജോസേ, താൻ എനിക്ക് തന്ന ആ ചോരക്കുഞ്ഞിനെ വളർത്താൻ ഞാൻ കൊടുത്തത് ദേ ഈ ഇരിക്കുന്ന ഉണ്ണികൃഷ്ണൻ നായരുടെ കൈകളില്ല. ഇതിനെല്ലാം സാക്ഷി ദേ ആ ഔസേപ്പാണ്. തനിക്ക് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കാണണോ? കാണണോ അച്ചോ? കാണണം. തന്റെ മകനാണ് ഈ നിൽക്കുന്ന രാജു. സ്വന്തം ചോരയിൽ പിറന്നവൻ. മോനെ, എന്റെ പൊന്നു മോനെ. ജോസേ, ജന്മം നൽകിയത് നീ ആയിരിക്കും. പക്ഷേ കർമ്മം കൊണ്ട് ഇവനെ വളർത്തി വലുതാക്കിയത് ഈ ഇരിക്കുന്ന ഉണ്ണികൃഷ്ണൻ നായരാ. ഫാദർ, എനിക്കെന്റെ അച്ഛൻ മാത്രം മതി. കർത്താവിന്റെ നാമത്തിൽ നിനക്ക് ആരെയാ കുഞ്ഞേ വേണ്ടത്? അച്ഛാ, ഞാൻ ആരുമില്ലാത്തവനാന്ന് എന്താ അച്ഛൻ അറിയിക്കാൻ? ഔസേപ്പേട്ട, ചേട്ടനെങ്കിലും ഒരു വാക്ക് എന്റെത് പറയായിരുന്നല്ലോ. കുഞ്ഞേ, ഈ വലിയ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ തമ്പുരാനെ. മതി അച്ഛാ, അച്ഛൻ എഴുന്നേക്ക്, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എഴുന്നേക്ക.
അച്ഛാ 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 ഉണ്ണിയേട്ടാ അച്ഛാ അച്ഛാ എന്തു പറ്റി അച്ഛാ 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 എഴുന്നേക്ക് അച്ഛാ അച്ഛാ എന്ത് പറ്റി അച്ഛാ അച്ഛാ എന്തു പറ്റി അച്ഛാ ചേട്ടാ അച്ഛാ അച്ഛാ ഫാദർ ഫാദർ എന്റെ അച്ഛൻ അച്ഛൻ എന്തു പറ്റി ഫാദർ വിശ്വപ്രകൃതിയുടെ വിധാതാവായി വേവും അച്ഛൻ വസന്തപുഷ്പങ്ങൾ കൈക്കുടന്നയിലേറ്റിയവൻ അച്ഛൻ ഉള്ളിൻ്റെ ഉള്ളിൽ അണയാത്ത തീയുമായി ഉഴറുമ്പോളും കുഞ്ഞിളം കൈകളിൽ കാലുകളിൽ കുളിരായി പെയ്തവൻ അച്ഛൻ